കേരളത്തിലെ ഹിന്ദു പെൺകുട്ടികൾ കൂട്ടത്തോടെ കാണാതാവുന്നെന്നും അവർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ എത്തിപ്പെടുന്നുവെന്നും പ്രചരിപ്പിച്ചുകൊണ്ടാണ് കേരള സ്റ്റോറി സിനിമകൾ വരുന്നത്. യഥാർത്ഥ കണക്കുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുപ്രചാരണമാണ് ഇവർ സിനിമയിലൂടെ നടത്തുന്നത് എന്ന് ഇതിനോടകം തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ളതുമാണ്. എന്നാൽ പ്രതിദിനം 130ഓളം സ്ത്രീകളെ കാണാതാവുന്ന ഒരു സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ. കേരള സ്റ്റോറി പോലെ ഒരു കള്ളമല്ല ഇത്. മധ്യപ്രദേശിലെ സംസ്ഥാന നിയമസഭയിൽ സർക്കാർ ഔദ്യോഗികമായി സമർപ്പിച്ച കണക്കുകളിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത്. മുതൽ 2026 തുടക്കം വരെ മധ്യപ്രദേശിലുടനീളം 2,74,311 സ്ത്രീകളെയും പെൺകുട്ടികളെയും കാണാതായതായി നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ പറയുന്നു. ഇവരിൽ 2,35,977 പേരെ കണ്ടെത്തി. എന്നാൽ 68,334 പേർ എവിടെയാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഈ സംഖ്യകൾ കേവലം സ്ഥിതിവിവര കണക്കുകളല്ല, കാണാതായ മനുഷ്യരുടെയും അവർക്ക് എന്തു പറ്റിയെന്നറിയാതെ ആശങ്കപ്പെടുന്ന ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളുടെയും ജീവിതത്തിന്റെ കണക്ക് കൂടിയാണ്. ഈ കണക്കുകൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. കോവിഡ് മഹാമാരിയുടെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ 2020 30,000-ലധികം സ്ത്രീകളെയാണ് കാണാതായത്. 2021 ഇത് 39,000-ആയി ഉയർന്നു. 2023 ഏകദേശം 40,000-ആയി തന്നെ ഈ കണക്ക് തുടർന്നു. 2025 ഇത് 31,000-ആയി കുറഞ്ഞെങ്കിലും 2026 ആദ്യ ആഴ്ചകളിൽ തന്നെ 1,000-ലധികം സ്ത്രീകളെ കാണാതായി. കാണാതാകുന്നവരുടെ കണക്കുകൾ ചേർത്ത് വച്ചാൽ 6 വർഷം കൊണ്ട് ഒരു ചെറിയ പട്ടണത്തിലെ ജനസംഖ്യ തന്നെ അപ്രത്യക്ഷമാകുന്നതിന് തുല്യമാണിത്. ഇൻഡോർ, ഭോപ്പാൽ, ഗ്വാളിയോർ, ജബൽപൂർ, ഉജ്ജയിൻ തുടങ്ങിയ നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഗ്രാമീണ മേഖലകളിലും അവികസിത മേഖലകളിലും കാണാതാവുന്ന പെൺകുട്ടികളുടെ കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നതാണ് സത്യം. സ്ത്രീകളെ കാണാതായി എന്ന കാര്യം പുറത്തെറിഞ്ഞാൽ കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേട് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. പല പ്രദേശങ്ങളിലും വളരെ ചുരുങ്ങിയ സംഭവങ്ങൾ മാത്രമേ FIR ആയി മാറാറുള്ളൂ. അതിനാൽ തന്നെ ഈ കാണാതാകലുകളുടെ കണക്കുകൾ ഔദ്യോഗിക കണക്കുകളിൽ ഉൾപ്പെടാറുമില്ല. ആദിവാസി മേഖലകളിലും അതിർത്തി ജില്ലകളിലും കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ വലിയ വീഴ്ചകളുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിന്റെ കാരണങ്ങൾ പലതാണ്. അത് മധ്യപ്രദേശിന്റെ സാമൂഹ്യ ഘടനയുമായും സാമൂഹ്യ പ്രശ്നങ്ങളുമായും കൂടിച്ചേർന്ന് കിടക്കുന്നവയാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പല കേസുകളും ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടതാണ്. സുരക്ഷിതത്വം തേടി സ്ത്രീകൾ വീട് വിട്ടിറങ്ങുന്നു. മറ്റു ചില കേസുകൾ ഒളിച്ചോട്ടങ്ങളാണ്. പ്രത്യേകിച്ചും ജാതിമത വ്യത്യാസമുള്ള പ്രണയങ്ങളെയും വിവാഹങ്ങളെയും കുടുംബങ്ങൾ എതിർക്കുകയും മിക്കപ്പോഴും അവർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇവർ നാടുവിട്ടുപോകാൻ നിർബന്ധിതരാകുന്നു. ഇവർ ജീവനിൽ കൊതിയുള്ളതിനാൽ തന്നെ മടങ്ങി വരുന്നതേയില്ല. ഇത്തരം സംഭവങ്ങളെ തട്ടിക്കൊണ്ടുപോകലായോ കാണാതാകലായോ കുടുംബങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. സാമൂഹികമായ അപമാനം ഭയന്ന് പലരും പോലീസിൽ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നതും ഒരു വസ്തുതയാണ്. ജാതി പഞ്ചായത്തോ ഊരുകൂട്ടമോ ചേർന്ന് ഇവരെ അവരുടെ സമൂഹത്തിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്യുക. മനുഷ്യക്കടത്ത്, നിർബന്ധിത വിവാഹം, ലൈംഗിക ചൂഷണം, സംഘടിത കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ഘടകങ്ങളും പെൺകുട്ടികളുടെ കാണാതാവലുകൾക്ക് പിന്നിലുണ്ട്. മധ്യപ്രദേശിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ദുർബലരായ ആദിവാസി സ്ത്രീകളെ ലക്ഷ്യമിട്ട് തൊഴിൽ ചൂഷണത്തിനും മറ്റുമായി മനുഷ്യക്കടത്ത് സംഘങ്ങൾ സജീവമാണ്. ദേശീയ തലത്തിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കാണാതാകുന്നതിൽ 65% സ്ത്രീകളാണ്. മഹാരാഷ്ട്രയ്ക്കും പശ്ചിമ ബംഗാളിനുമൊപ്പം മധ്യപ്രദേശും ഈ പട്ടികയിൽ മുൻപന്തിയിലാണ്. കേവലം കണക്കുകൾക്കപ്പുറത്ത് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. പ്രിയപ്പെട്ടവരെ കാണാതാകുന്നത് കുടുംബങ്ങൾക്ക് താങ്ങാനാവാത്ത വേദനയാണ് നൽകുന്നത്. അവൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യവുമായി പോലീസിലും ആശുപത്രികളിലും മോർച്ചറികളിലും കയറിയിറങ്ങുന്ന നിരവധി കുടുംബങ്ങൾ മധ്യപ്രദേശിലുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ തൊഴിലാളികളായും നേതാക്കളായും സമൂഹത്തിന് ലഭിക്കേണ്ട സ്ത്രീകളുടെ സംഭാവനകൾ നഷ്ടപ്പെടുന്നു. സാമൂഹികമായി ഇത് ലിംഗപരമായ അസമത്വം വർദ്ധിപ്പിക്കുകയും നിയമപാലകരിലും നിയമവ്യവസ്ഥയിലുമുള്ള വിശ്വാസം തകർക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും സുരക്ഷ
വിദ്യാഭ്യാസം എന്നിവയിൽ പദ്ധതികൾ നടപ്പാക്കുകയും കോടികൾ മുടക്കി ക്യാമ്പയിൻ നടത്തുകയും ചെയ്യുന്നതിന്റെ പൊള്ളത്തരം കൂടിയാണ് ഈ കണക്കുകൾ. ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാടെടുക്കാൻ മധ്യപ്രദേശ് ഭരിക്കുന്ന BJP സർക്കാർ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി മോഹൻ യാദവ് നിയമസഭയിൽ ഈ കണക്കുകൾ അംഗീകരിച്ചെങ്കിലും കാണാതായവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തത്. മധ്യപ്രദേശ് പോലീസിന് കീഴിൽ മനുഷ്യക്കടത്ത് വിരുദ്ധ യൂണിറ്റുകളും സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ ബോധവൽക്കരണ പരിപാടികളും നിലവിലുണ്ടെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല എന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ദേശീയ തലത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന്റെ നിരക്ക് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് NCRB റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും പരിഹരിക്കപ്പെടാത്ത കേസുകളുടെ എണ്ണം ഇപ്പോഴും വളരെ കൂടുതലാണ്. ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഒരു ദേശീയ പോർട്ടൽ ഇല്ലാതെ ഈ ശ്രമങ്ങൾ പൂർണ്ണമാകില്ലെന്ന വിമർശനം ഏറെ നാളായി ഉയരുന്നുണ്ട്. കാണാതായവരുടെ വലിയ സംഖ്യയിൽ ഉൾക്കൊള്ളുന്ന ഓരോ കേസുകളും ഓരോ സ്ത്രീകളാണ്. അവരെല്ലാം ഈ രാജ്യത്തിന്റെ ഓരോ പൗരന്മാരുമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന ഓരോ അവകാശങ്ങളും അവരുടെ കൂടി അവകാശങ്ങളാണ്. ആ നിലയിൽ പരിഗണിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് ചുവരെഴുത്ത് നടത്തിയാൽ മാത്രം ഇവിടെയുള്ള സ്ത്രീ ജന്മങ്ങൾക്ക് മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഭരണകൂടത്തിന് കൂടി ഉണ്ടാവണം.